ഹായ് ആസ്പിരൻസ്, വെൽക്കം ടു IAS ഫാക്ടർ. നിങ്ങളിപ്പോൾ ഒഫീഷ്യലി IAS ഫാക്ടറിൻ്റെ ഒരു ഫാമിലി മെമ്പറാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു ഭാഗമാണ്. സോ വളരെയധികം സന്തോഷം നിങ്ങൾ IAS ഫാക്ടറിനെ ചൂസ് ചെയ്തതിലും. നമ്മൾ എന്തായാലും ഒരു വലിയ പ്ലാനാണ് വെക്കുന്നത്. കാരണം UPSC ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് വിചാരിക്കുകയും വേണ്ട. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്. നിങ്ങളിത് കാണുമ്പോഴും ഡെഫിനറ്റ്ലി വലിയൊരു ഡ്രീം വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ IAS IPS ഒക്കെ ആവണം. എല്ലാ പ്രാവശ്യവും റിസൾട്ട് വരുമ്പോൾ പത്രങ്ങളിലും TV-യിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൈപ്പ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എവിടെയോ നമ്മുടെ ആ ഒരു ആഗ്രഹം ഒന്നുകൂടെ കൂടുകയാണ്. എവിടെയോ യു വിഷ്വലൈസ്, യു മാനിഫെസ്റ്റ് ദാറ്റ് വൺ ഡേ യു വോണ്ട് ടു റീച്ച് ദെയർ. നമ്മുടെ ഫോട്ടോയും ഇതേപോലെ വരണം, ആൾക്കാർ നമ്മളെക്കുറിച്ച് സംസാരിക്കണം. ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇതൊരു വലിയ സ്വപ്നമാണ്. ഐ നോ ഇത് വലിയ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഈ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നമായി അവശേഷിച്ച് പോകരുത്, അത് റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ റാൻഡംലി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ആഗ്രഹം, നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. പ്ലീസ് റിമെമ്പർ ദ 90-10 പ്രിൻസിപ്പിൾ. 90% ആംബിഷനും 10% എഫേർട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇത് കണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ടന്റ് 90% ആവുകയും ആംബിഷൻ 10%ആയും മാറ്റി സ്വാപ്പ് ചെയ്യണം. കാരണം ഇനി നിങ്ങളുടെ ആഗ്രഹത്തിനെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ എഫേർട്ട് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഇതിൽ പലപ്പോഴും 2025-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കുറേ ക്വസ്റ്റ്യൻസ് അനലിറ്റിക്കലായിരുന്നു. നമ്മുടെ ടർബോ നോട്ട്സ് എന്ന് പറയുന്നൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നു. എത്ര പേര് ഇത് വായിച്ചു എന്ന് എനിക്കറിയില്ല. ടർബോ നോട്ട്സ് എന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുനിന്ന് ചോദിച്ചെന്നറിയൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ മെറ്റീരിയലിനൊരു വാല്യൂ ഉണ്ട്. നമ്മൾ ഇതിനെ ഒരു സ്കൂൾ കോളേജ് ഒരു ലെവലിൽ ഇതിനെ കാണാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോഴോ കോളേജിൻ്റെ ഒരു കോഴ്സ് പഠിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അല്ലാതെ നമ്മുടെ കിട്ടുന്ന എല്ലാ മെറ്റീരിയലും, ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ്. പലരും ലൈവ് ക്ലാസ്സുകൾ കാണാറില്ല, വിച്ച് ഇസ് ഓക്കെ. ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും. വർക്കിംഗ് പ്രൊഫഷണൽസ് ആവാം. പക്ഷേ ക്ലാസ്സുകൾ തിരിച്ചു പോയി കാണാനും ക്ലാസ്സിൽ ഫാക്കൽറ്റീസും ടീച്ചേഴ്സും മെൻറ്റേഴ്സും പറയുന്ന ഗൈഡ് ലൈൻസ് കൃത്യമായി ഫോളോ ചെയ്യാനും ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ വിചാരം ക്ലാസ് കണ്ടു, ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു, ഇതുകൊണ്ടൊന്നെല്ലാം നമ്മൾ സിവിൽ സർവീസ് പാസ്സാവുന്നതാണ്. അത് തെറ്റാണ്. ഇതെല്ലാം ഒരു 30% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു 60% എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ പോയിട്ട് അതിന് മുകളിൽ ബിൽഡ് ചെയ്യണം. See, whatever classes that you have watched, materials that you have got, tests that you have created, ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അൾട്ടിമേറ്റ് സജഷൻ എന്ന് പറയുന്നത്. വർക്ക് ഓൺ ദാറ്റ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ്. അവസാനത്തെ 10% മാത്രമേ ഉള്ളൂ ഒരു മെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ കൃത്യമായി ക്ലാസ്സുകൾ കാണുക, നന്നായി റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് കൾട്ട് എന്ന് പറയുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ ഇനി അയച്ചു തരും. അതിന് തരുന്ന ഓരോ മെറ്റീരിയൽസും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി വായിക്കുക. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് കഴിയുന്നതും കറക്റ്റായിട്ട് എഴുതാൻ നോക്കുക. ആ ഒരു റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. നന്നായി റിവൈസ് ചെയ്യുക. സോ ഈ വലിയ സ്വപ്നം നിങ്ങൾ കണ്ടതിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് വിത്ത് മൈ ടീം ടു സപ്പോർട്ട് യു ഇൻ ദ ബെസ്റ്റ് മാനർ. കാരണം നിങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ സന്തോഷം. ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, UPSC ക്ലിയർ ചെയ്ത ആൾക്കാരാണോ പഠിപ്പിക്കുന്നതെന്ന്. കാരണം നമുക്ക് സാധാരണ മെഡിസിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെ IAS-കാരും IPS-കാരും ക്ലാസ് എടുക്കുന്നത് വളരെ കുറവാണ്. വളരെ ലെസ് ദാൻ 1% ഓഫ് ദി. കാരണം അവർക്കൊക്കെ വേറെ ജോലികളുണ്ടല്ലോ. റിസൈൻ ചെയ്ത് വരുന്ന ആൾക്കാരും കുറവാണ്. അപ്പോൾ എവിടെയൊക്കെയോ വി വെയർ വൺസ് ആൻ ആസ്പിരൻറ്റ് ലൈക്ക് യു. ഞങ്ങളും പരീക്ഷയുടെ പല തലങ്ങളിലും അവസാനം വരെയൊക്കെ എത്തി. വി ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ ദാറ്റ്. മേ ബി ഇൻ ദോസ് ടൈംസ് ഇറ്റ് വാസ് ഇത്രയും മെൻറ്ററിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സക്സസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ബിക്കോസ് വി ടേക്ക് ദിസ് മച്ച് ഓഫ് എഫേർട്ട് ഓൺലി ഫോർ യുവർ സക്സസ്. കാരണം എവിടെയോ നിങ്ങൾക്കും കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതുപോലൊരു ഫീൽ ക്രിയേറ്റ് ആവും. അത് എല്ലാ ഫാക്കൽറ്റീസിനും അങ്ങനെ തന്നെയാണ്. ദാറ്റ് ഈസ് അവർ സക്സസ് ആൻഡ് ദാറ്റ് കീപ്സ് അസ് മോട്ടിവേറ്റഡ് ആൻഡ് ദാറ്റ് കീപ്സ് അസ് ഗോയിങ്. അതുകൊണ്ട് ബെസ്റ്റ് വിഷസ് ടു ഓൾ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഗെറ്റ് ബാക്ക് ടു അസ് ആൻഡ് ഹാപ്പി പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വെറും പഠിത്തമല്ല എന്ന് പ്രത്യേകം ഓർക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യുക. തരുന്ന ഗൈഡ് ലൈൻസ് എല്ലാം അതേപോലെ തന്നെ കൃത്യമായി പാലിക്കുക. സോ ഹാപ്പി പ്രിപ്പറേഷൻ. താങ്ക് യു.